1919 ഹെൻറി ബോഗറും ജോർജ് ആൽഫ്രഡ് മിച്ചലും ചേർന്നാണ് മിച്ചൽ ക്യാമറ കോർപ്പറേഷൻ സ്ഥാപിക്കുന്നത്. ക്യാമറ ഡിസൈൻ ചെയ്യുന്നത് ജോൺ ഇ ലിയനാർഡ് ആണ്. 1920 മുതൽ ഈ ക്യാമറ മിച്ചൽ സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്നു. ഇപ്പം ഈ ക്യാമറയിൽ വേറെ ഒരുപാട് സ്പെഷ്യൽ എഫക്ട്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ക്യാമറയിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതിനൊക്കെ ഗ്രാഫിക്സും അങ്ങനെയുള്ള സപ്പോർട്ടും വന്നു. പക്ഷേ ഇത് ആ കാലത്ത് ഡിസോൾവ്സ് എന്ന് പറയും. ഒരു രംഗത്ത് ഒരു ഷോട്ടിൽ നിന്നും മറ്റൊരു ഷോട്ടിലേക്ക് ഡിസോൾവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സോങ്ങുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു സങ്കേതമാണ് അത്. ഇത് ഈ ക്യാമറയിൽ തന്നെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഈ നോബ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് നേരത്തെ നിർത്തിയ ഷോട്ട് അടുത്ത ഷോട്ടിലേക്ക് ഈ ക്യാമറയിൽ തന്നെയാണ് ഡിസോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നത് ക്യാമറയിൽ തന്നെ ഓരോ ഫ്രെയിമായിട്ട് നമ്മുടെ കൺട്രോളിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുക വെച്ചാൽ ഒപ്റ്റിക്കൽ വർക്കുകളാണ്. അതായത് ഇപ്പോൾ ടൈറ്റിൽ കാർഡുകൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ ഫ്രെയിമായിട്ടാണ് അത് എക്സ്പോസ് ചെയ്യുക. അതും ഈ ക്യാമറയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ലാബിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യുന്ന സ്റ്റുഡിയോസിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് അന്ന് ഈ ക്യാമറാമാൻ എന്ന് പറയുന്ന ആളും ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ആണ് ഈ ഓരോ കാര്യങ്ങളും ക്യാമറയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്തു നിന്നാണ് ഇന്നത്തെ എല്ലാവിധ ക്രിയേറ്റീവ് ഫ്രീഡമുള്ള ക്യാമറകളിലേക്ക് സിനിമ നടന്നു പോയത്. ഇതൊരു മുത്തശ്ശൻ ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് പറയുന്നത് സിനിമ വിദ്യാർത്ഥികൾ ഇതിൽ തൊട്ട് നമസ്കരിച്ചിട്ട് തുടങ്ങണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രത്യേകതകളുള്ള ക്യാമറയാണ്. ഇത് ക്യാമറയിൽ ഇന്ന് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് 400 ഫീറ്റിൻ്റെ ഫിലിം ക്യാനാണ്. 400 അടിയാണ് ഒരു ക്യാനിനകത്തുള്ളത്. ഇത് 1000 അടി ഫിലിം കൊള്ളുന്ന മാഗസീൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെയാണ് ഫിലിം ആദ്യം ലോഡ് ചെയ്യുക. റോ ആയിട്ടുള്ള ഫിലിം ഇതിൽ ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് ആ ഫിലിം എടുത്ത് ഈ കണ്ട രീതിയിൽ ക്യാമറയുടെ ഉള്ളിൽ ലോഡ് ചെയ്യപ്പെട്ട് വന്ന് ഇതിനകത്തേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് ഇത് എക്സ്പോസ്ഡ് ആവുന്നത്. ഈ ലെൻസിലൂടെ ഇവിടെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫിലിം കറങ്ങി ഇതിൽ വന്ന് സ്റ്റോർ ആവും. ആ 400 അടി ഫിലിം കഴിയുമ്പോൾ ഇത് ഊരി വീണ്ടും പുതിയ ഫിലിം ഇതിൽ ലോഡ് ചെയ്യും. ഇതൊക്കെ ഞാൻ സിനിമയിൽ അപ്രൻറ്റീസായിട്ട് വന്ന കാലത്തൊന്നും ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുന്നത്. അപ്പം സിനിമയുടെ വിൻസെൻ്റ് മാഷെ പോലെയൊക്കെയുള്ള പ്രതിഭാധനരായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ഈ ക്യാമറയിലാണ് അവരുടെ വലിയ അത്ഭുതങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. വലിയൊരു സ്ഥാനമുള്ള ക്യാമറയാണിത്. ഇതിനൊരു വളരെ ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്നെ പോലെയുള്ള സിനിമാ പ്രവർത്തകർക്കുള്ള ഒരു ക്യാമറയാണ്. നാരായൺ സാറ് ഈ തമിഴ് സിനിമയുടെയും മലയാള സിനിമയുടെയും ഒക്കെ കൂടെ നടന്നിട്ടുള്ള ഒരാളാണ്. വളരെ സാത്വികനായിട്ടുള്ള മനുഷ്യനാണ്. വലിയ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ 50 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. നിങ്ങൾ വന്ന് ആന്ധ്രാപ്രദേശ് തന്നെ ആന്ധ്രയിൽ 1956 வந்தாச்சு. 1956 61 కెమెరాలో జాయిన్ చేశాను. అందులో అప్లై అయ్యాను. 56 ఇండియా ఆఫీసర్ ನಮ್ಮ ಅಸಿಸ್ಟೆಂಟ್. 24 വർഷമായിട്ട് ശ്രീനിവാസൻ ഇദ്ദേഹം ഈ ക്യാമറയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം 24 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഇത് എന്താ പറയണ്ടത്, ഇതൊരു യന്ത്രത്തിൻ്റെ വിഷയമല്ല. ഇത് ഇവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ് ഈ ക്യാമറ. അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് ഇദ്ദേഹത്തിനും ഇത് മകനോ സഹോദരനോ ഒക്കെയാണ്. ഈ ക്യാമറ ഇത്രയും ഹെവി ആയിട്ടുള്ള ക്യാമറ ഇദ്ദേഹമാണ് ഷോൾഡറിലെടുത്ത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത്
എന്താ പറയുക, ഇതിൻ്റെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഈ ക്യാമറയ്ക്കുള്ള സ്ഥാനം മകൻ്റെയോ സഹോദരൻ്റെയോ കാമുകിയുടെയോ ഒക്കെ ആയിരിക്കാം. ഇത് ഭയങ്കര ഹെവിയാണ്. ഇപ്പോഴത്തെ സിനിമാറ്റോഗ്രാഫേഴ്സിന് വളരെ ലൈറ്റായിട്ടുള്ള ക്യാമറകളുണ്ട്, ക്രെയിൻ ഉണ്ട്, പല സൗകര്യങ്ങളുണ്ട്. ക്രെയിനിൽ വൺസ് ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രെയിൻ പൊങ്ങുകയും താഴേക്ക് ചെയ്തോളും. പക്ഷേ ഈ ക്യാമറയും ചുമന്ന് ഇദ്ദേഹം വലിയ ഗോഡയുടെയൊക്കെ മീതെ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ മീതെ കയറ്റിയിട്ട് ടോപ്പ് ആംഗിൾ ഷോട്ട് എടുക്കാനൊക്കെ ഇതേ ക്യാമറ കൊണ്ട് വേണം പോയിരുന്നത്. അപ്പോൾ പഴയകാല സിനിമാ പ്രവർത്തകർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സിനിമകളും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇവരോട് നന്ദി പറയാം.